സുപ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ജയൻ ചെറുശ്ശേരി, തൃശൂർ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും നമ്മുടെ രക്ഷകനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ ഏകാഗ്രമായിരിക്കുന്നതായ ഈ വേളയിൽ ദൈവവചനമായ ബൈബിളിൽ നിന്ന്, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കുവാൻ തക്കവണ്ണം പ്രാരംഭമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് യോഹന്നാൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നാപകനായ യോഹന്നാൻ യേശു തന്റെ അടുക്കൽ വരുന്നതായ കാഴ്ച കണ്ടിട്ട് യേശുവിനെ കുറിച്ച് ഇങ്ങനെയാണ് അദ്ദേഹം പറയുവാൻ ഇടയായത്: ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അന്നത്തെ ആളുകൾ യേശുവിനെ സംബന്ധിച്ച് ഒരു ആശാരിയുടെ മകൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതായ നിലയിലായിരുന്നു ആളുകൾ യേശുവിനെ കാണുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മഹത്വവും യേശു ആരാണ് എന്നുള്ളതായ ആത്മീകമായ അവബോധം ലഭിച്ചതായ സ്നാപകനായ യോഹന്നാൻ യേശുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്: ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപം വഹിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിൽ കടന്നു വന്നതായ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത് യഹൂദന്മാരോടാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വ്യക്തമായിട്ട് അതിന്റെ ആത്മീകമായ സത്യം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിട്ടുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ച് മോശ നൽകിയതായ ന്യായപ്രമാണ പ്രകാരം അവരുടെ ജീവിതത്തിൽ പാപമുണ്ടാകുമ്പോൾ ന്യായപ്രമാണത്തിന്റെ വിധികൾ അനുസരിച്ചുകൊണ്ട് ഊനമില്ലാത്തതായ ആടിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് പാപം ചെയ്തതായ വ്യക്തി ആടിന്റെ തലമേൽ കൈവച്ചുകൊണ്ട് അവൻ ചെയ്തതായ പാപത്തിന്റെ കുറ്റം ആടിന്റെ തലയിൽ ചുമത്തി ദൈവാലയത്തിൽ വെച്ച്, പ്രാകാരത്തിൽ വെച്ച് ആടിനെ അറുക്കുന്നതായിട്ട് നാം കാണുന്നു. മനുഷ്യൻ ചെയ്തതായ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി പാപം ചെയ്യാത്തതായ നിർദോഷിയായ ഒരു ജീവി, ഒരു ആട് അവിടെ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ മോശ മുഖാന്തരം ദൈവം നൽകിയതായ ന്യായപ്രമാണ പ്രകാരം ആ പാപത്തിന് പരിഹാരമുണ്ടായി എന്നുള്ളതായ വസ്തുതയാണ് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഈ ആടിന്റെ രക്തം അവിടെ നിലത്ത് വീഴുമ്പോൾ പാപം ചെയ്തതായ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വലിയ ദുഃഖം ഉണ്ടാകുകയാണ്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണല്ലോ ഈ ആട് അറുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ
കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ടതായ ഒരു ആടിനെ കാണുവാൻ തക്കോണമിടയാകുന്നു. ആ ആടിനെ ഇസ്ഹാക്കിനു വേണ്ടി യാഗമർപ്പിക്കുന്നതായ ഒരു ചരിത്രം അവിടെ നാം കാണുകയാണ്. തുടർന്ന് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ തന്റെ ജനമായ ഇസ്രയേലിനെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചപ്പോൾ ഓരോ കുടുംബത്തിനും ഒരു ആടിനെ വീതം എടുക്കുന്നതായിട്ട് കാണുന്നു. ആ ആടിന്റെ രക്തം കൊണ്ട് അവർക്ക് സംഹാര ദൂതന്റെ കയ്യിൽ നിന്നുള്ള വലിയ വിടുതൽ അവർക്ക് നേടുവാൻ തക്കവണ്ണമിടയായി. പ്രിയമുള്ളവരെ, ഇസ്ഹാക്ക് ഒരു ആടിന്റെ യാഗരക്തം കൊണ്ട് വിടുതൽ പ്രാപിച്ചപ്പോൾ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രയേലിലെ ഓരോ ഗ്രഹവും ഒരു ആടിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഈ ലോകത്തിന്റെ സർവ്വ പാപവും ചുമന്നൊഴിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ അയക്കപ്പെട്ടതായ യേശുക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടപ്പോൾ ആ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം വരുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ വേളയിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ദൈവത്തിൽ ഏകാഗ്രമായിക്കൊണ്ട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതായ ഈ വേളയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ടതായ ദൈവികമായ ചിന്ത നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടി അല്ല, വ്യക്തിപരമായി എന്റെ പാപപരിഹാരത്തിനു വേണ്ടിയാണല്ലോ കർത്താവ് കാൽവരി കുരിശിൽ തന്റെ ചുടുനിണം ഒഴിക്കുവാൻ തക്കണമിടയായിത്തീർന്നത്. ആ യാഗരക്തം എന്റെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കുവാൻ തക്കണമിടയായിത്തീർന്നു. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഈ പ്രഭാതവേളയിൽ നാം കടന്നു വന്നതായ ഈ സമയത്ത് ഹൃദയത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടുകൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ എന്നുള്ളതായ നിലയിൽ ദൈവം നമ്മെ വിശുദ്ധരായിട്ട് വിശുദ്ധമതികളായിട്ട് കണ്ട് നമുക്ക് ആരാധനയ്ക്ക് യോഗ്യരാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധമായ രക്തത്താലുള്ള തളിപ്പ് ഉണ്ടായപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവസാന്നിധ്യം അണയുവാൻ, കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ വേളയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായ ഗാനങ്ങളും സ്തുതി കീർത്തനങ്ങളും പറയുന്നതായ ഈ സമയത്ത് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണല്ലോ അവിടുന്ന് കുരിശുമേൽ മരിച്ചത്. ഞാൻ മരിക്കേണ്ടതായ സ്ഥാനത്ത് എനിക്ക് പകരമായിട്ടാണല്ലോ അവിടുന്ന് മരിക്കുവാൻ തക്കണമിടയായിത്തീർന്നത്. അങ്ങയുടെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അങ്ങയുടെ സന്നിധാനത്തിൽ വിശുദ്ധമായ ഒരു ജീവിതം യേശുക്രിസ്തുവിൽ കൂടെ അവിടെ നൽകിയിട്ടുള്ളതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എന്നുള്ളതായ ആ ചിന്തയോടുകൂടെ ഈ പ്രഭാതവേളയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ സ്തുതി സ്തോത്രങ്ങൾ ദൈവസന്നിധാനത്തിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഹൃദയംഗമായി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം, സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് പാട്ടും പ്രശംസ